നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. ലോകം കാത്തിരുന്ന കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുകയാണ് ബന്ദികളുടെ മോചനം എന്നാണ് എന്നുള്ളത്. ഇന്നിതാ ആ ദിവസം എത്തിയിരിക്കുന്നു. കേരളത്തിൽ ഉള്ള എല്ലാ ജനങ്ങളും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു യുദ്ധവാർത്തയായിരിക്കണം ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന് പറയുന്നത്. ഇന്ന് അതിനൊരു പരിസമാപ്തിയിലേക്ക് പൂർണ്ണമായും കടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ലെന്നേ പറയാൻ കഴിയുള്ളൂ. അവിടെയും ഇവിടെയും ഇപ്പോഴും ചെറിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബന്ദി മോചനം നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നൊരൊറ്റ കുറിപ്പ് നെതന്യാഹു എഴുതി നൽകിയിരിക്കുകയാണ് ബന്ദികൾക്ക്. അത് ഇരുകയും നീട്ടി ബന്ദികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും താങ്ക് യു ട്രംപ് എന്നാണ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത്. നെതന്യാഹുവിന് അതിൽ വലിയ പരാതിയുമില്ല. കാരണം നെതന്യാഹു നേരിട്ടാണല്ലോ ട്രംപിനെ സ്വീകരിക്കാനായി എത്തിയത്. നെതന്യാഹു ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഒരു സമാധാനത്തോടു കൂടി കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്തായാലും ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷം 13 ബന്ദികളും പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണമായും ഇസ്രായേൽ വിജയമെന്ന് പറയാൻ കഴിയും. ഒപ്പം ട്രംപിൻ്റെ വിജയമെന്നും പറയാൻ കഴിയില്ലേ? ശ്രീജ ഈ പറഞ്ഞതുപോലെ ഇന്ന് നേരം പുലർന്നപ്പോൾ ആ ഒരു പുലരിയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് ടെലവീവിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ 65,000-ഓളം ഇസ്രായേൽ ജനത ഇത് വലിയ കൂറ്റൻ സ്ക്രീനിൽ ഇത് ഉറ്റുനോക്കിയായിരുന്നു. അതിനകത്ത് ഈ ബന്ദികളാക്കപ്പെട്ടവരുടെ പഴയ ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ വരുന്നത് ഹോസ്റ്റേജ് സ്ക്വയറിലാണ് അത്തരത്തിലുള്ള വലിയൊരു പ്രദർശനം നടത്തിയത്. അപ്പോൾ ഈ ഇസ്രായേൽ ജനത മുഴുവനും അത് കണ്ണീരോടെ പ്രാർത്ഥനയോടെയാണ് കാണുന്ന വല്ലാത്തൊരു വികാര നിർഭരമായിട്ടുള്ള രംഗമായിരുന്നു. ഒരുപക്ഷെ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇത്തരത്തിൽ ബന്ദികളാക്കപ്പെടുന്ന 2 വർഷത്തോളം കാണാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിൽ മകൻ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ ഇങ്ങനെ നിരവധി പേരടങ്ങുന്ന ആ ഒരു ഇത് ആദ്യം 7 പേരെ വിട്ടയക്കുന്നു. പിന്നീട് ഉച്ചയായപ്പോഴേക്കും വീണ്ടും ബാക്കിയുള്ളവരെയും കൂടെ അങ്ങനെ മൊത്തത്തിൽ 13 പേരെ വിട്ടയക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ തൽക്കാലത്തേക്കെങ്കിലും പറന്നുയരും എന്ന് നമുക്ക് സമാധാനിക്കാം. അതിൽ ട്രംപ് ഇത്തരത്തിലുള്ള തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിപ്പുകൾ ഇട്ടിരുന്നു. അഭിനന്ദിച്ചുകൊണ്ട് നെതന്യാഹുവിനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ഉള്ള കുറിപ്പുകൾ ഇട്ടിരുന്നു. ട്രംപ് വന്നിറങ്ങിയപ്പോൾ ആ ബീച്ചിൽ ഇങ്ങനെ താങ്ക് യു ട്രംപ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന ഒരു രംഗമൊക്കെ ട്രംപിന് കാണാൻ സാധിച്ചു. ഒരുപക്ഷെ ഇത്തവണ നൊബേൽ സമ്മാനം കിട്ടിയില്ലെങ്കിലും അടുത്ത തവണ തങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വല്ലാത്ത വലിയ ഒരു സമാധാന ഉടമ്പടിയാണ് ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്നത്. അത് നടക്കുമോ എന്നുള്ളത് പിന്നീട് ഞാൻ പറയാം. പക്ഷെ അതിന് മുന്നേ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനിടയിൽ ചില തർക്കങ്ങളുണ്ട് ഇവരുടെ ഇടയിൽ. നമുക്കറിയാം ഈ ഒരു സമാധാനത്തിലേക്ക് പോകുന്നത് വെടിനിർത്തൽ അവിടെ വരുന്നു. വെടിനിർത്തൽ വന്ന ഉടനെ ഏകദേശം 75% ഇസ്രായേൽ സേന വിന്യസിച്ചിരുന്നു ഗാസ മുനമ്പിൽ. അതിൽ ഒരു 25% തിരികെ പോകുന്നു. 50% ഒരു ഭാഗത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് ഹമാസിൻ്റെ ഒരു അഹങ്കാരം, കൂത്താട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് ആയുധധാരികളായിട്ട് ജീപ്പ് നിറയെ ഘോരമായിട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു കൊലവിളി പോലെയാണ് ഹമാസ് വന്നിറങ്ങുന്നത്. ഇപ്പോൾ ഹമാസ് പറയുന്ന വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ജയിച്ചു എന്നുള്ള തരത്തിലാണ്. ഞങ്ങളോട് അപേക്ഷിച്ചു, ഞങ്ങൾ ബന്ദികളെ വിട്ടുകൊടുത്തു, ഞങ്ങളുടെ മേൽ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, ഇത് മുട്ടുമടക്കി ഞങ്ങൾ വിട്ടുകൊടുത്തു എന്നുള്ള തരത്തിൽ അവരുടെ വിജയമായിട്ടാണ് കരുതുന്നത്. അങ്ങനെ ഒരു പക്ഷേ ഇന്ന് ഒരു ആഭ്യന്തര കലാപം തന്നെ അവിടെ സൃഷ്ടിക്കുകയായിരുന്നു ഹമാസ്. ഇസ്രായേൽ സേനയെ സഹായിച്ച എല്ലാവരെയും തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റി. പക്ഷേ മറുവശത്ത് നെതന്യാഹു തങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനാവാതെ മൗനത്തിലിരിക്കുകയാണ്. കാരണം തങ്ങളുടെ ബന്ദികൾ അവരുടെ കൈകളിലാണ്. അത് കിട്ടും വരേക്കും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഒരുപക്ഷെ ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു കാണും. അത്തരത്തിൽ ഇപ്പോൾ പലവിധ ആക്രോശങ്ങളും പലവിധ ആക്രമണങ്ങളും ഹമാസ് നടത്തുന്നുണ്ട്. ഹമാസിൻ്റെ കൊലവിളി കാണാം നമുക്ക്. 7,000-ഓളം ഹമാസാണ് എവിടെ നിന്നാണ് ഇറങ്ങി വന്നതെന്നുള്ള ഒരുപക്ഷെ ഈ നെതന്യാഹു പോലും ഞെട്ടിയിരിക്കാം. ഏകദേശം ഒരു 2,000-3,000 പേരാണ് ഇനി ബാക്കിയുള്ളത് എന്ന് കരുതിയെടുത്താണ് 7,000 പേരുടെ ഈ ഒരു ഇറക്കം. ഏതായാലും ഹമാസ് ഇസ്രായേൽ ബന്ദികളെ IDFൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചിരിക്കുന്നു. സന്തോഷമുണ്ട് അവിടെ. പക്ഷേ ഇനി വരുന്നത് സമാധാനത്തിൻ്റെ കരാറാണ്. അവിടെയാണ് ഇനി പ്രശ്നമുണ്ടാകുന്നത്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടു, സാധാരണ ഈ ജെറുസലേമിൽ ഇസ്രായേൽ പ്രതിഷേധം നടത്തിയിരുന്ന ഈ ബന്ദികളുടെ ആൾക്കാരൊക്കെ
പക്ഷെ ഇന്നൊക്കെ അവിടെ നിശബ്ദമായിട്ടിരിക്കുന്നത് നമ്മൾ കണ്ട. നെതന്യാഹുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ മിക്കവാറും പ്രതിഷേധങ്ങളായിരുന്നു. കാരണം ഈ ബന്ദികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിട്ടേ. പക്ഷേ ഇന്ന് അവിടെ ഒന്നും കണ്ടില്ല. വളരെ നിശബ്ദത നമുക്ക് കാണാൻ സാധിച്ചു. ശ്രീജ പറഞ്ഞതുപോലെ നെതന്യാഹു സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം ഒരുപക്ഷെ ആരാണ് യുദ്ധം ആഗ്രഹിക്കുന്നത്, സമാധാനം ആഗ്രഹിച്ചിട്ടുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു നാട്ടിലേക്ക് വന്നത്. പക്ഷേ നെതന്യാഹു അനുഭവിക്കുന്ന ചില സമ്മർദ്ദങ്ങളുണ്ട്. കാരണം യുദ്ധം തുടങ്ങിയപ്പോൾ ഒരു ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം നമുക്കറിയാം. UN സംഘടനയിൽ ഇത്തരത്തിൽ നെതന്യാഹു ഒറ്റപ്പെടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. ഒരു രാജ്യം പോലും പിന്തുണയ്ക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ അത്തരത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ട നെതന്യാഹുവിൻ്റെ സമ്മർദ്ദം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ അമേരിക്ക മാത്രമാണ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ഒരു ബന്ദിമോചനം ഉൾപ്പെടെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കൽ ഉൾപ്പെടെ സ്വന്തം രാജ്യത്തിനകത്തും നെതന്യാഹു ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു പക്ഷേ സുരക്ഷാ സേനയിൽ നിന്ന് പോലും സേനാ വിഭാഗം പോലും പറയുന്നത് ഈ പറഞ്ഞ ബന്ദികളെ വിട്ടുകൊടുക്കരുത്, അതായത് പലസ്തീൻ ബന്ദികളെ വിട്ടുകൊടുക്കരുത്, യുദ്ധം അവസാനിപ്പിക്കരുത് എന്നാണ്. ഹമാസിനെ മുച്ചൂട് തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കരുത്. കാരണം ഇത്രത്തോളം യുദ്ധം തുടങ്ങി വെച്ചു, ഇത്രത്തോളം ഈ പറഞ്ഞോണം ആക്ഷേപങ്ങൾ കേട്ടു, ഇത്രത്തോളം പ്രതിസന്ധികൾ ധരണം ചെയ്തു. ഇനി ഹമാസ് എന്ന ഭീകരവാദിയെ വെറുതെ വിടരുത്. കാരണം ഈ 2 ദിവസത്തെ അവരുടെ ഈ ഒരു കോപ്രായങ്ങളും കൂടെ കണ്ടപ്പോഴത്തേക്കും ഇസ്രായേൽ ജനതയ്ക്ക് ഒരു വല്ലാത്ത അങ്കലാപ്പിലാണ്. ഇനിയും ഇത്തരത്തിൽ വീണ്ടും ഒരു ഒക്ടോബർ 7-ാം തീയതി ഇനിയും അത്തരത്തിലുണ്ടാകുമോ എന്നൊരു ഭീതിയാണ് അവരുടെ ഇടയിലുണ്ടാകുന്നത്. അപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും യുദ്ധം അവസാനിപ്പിക്കരുതെന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നെതന്യാഹു കേൾക്കുന്നില്ല. കാരണം ട്രംപ് പറയുന്നതിനപ്പുറത്തോട്ട് നെതന്യാഹു മാറില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇനി അതിൽ നിന്നും വ്യതിചലിക്കാൻ നെതന്യാഹുവിനാവില്ല. കാരണം ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിച്ച 20 ഇന ഉടമ്പടികളാണ് ട്രംപ് മുന്നിലേക്ക് വെക്കുന്നത്. ഇനി അതിൽ നിന്ന് പിന്മാറിയാൽ ഇസ്രയേലിനെ മാത്രമേ കുറ്റപ്പെടുത്തൂ, നെതന്യാഹുവിനെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നെതന്യാഹു ഇസ്രയേൽ ജയിച്ചു നിൽക്കുകയാണ്. ഇനി ഹമാസ് എന്ത് കാണിച്ച് ഇങ്ങോട്ടൊരു ഇളക്കിയാൽ പത്തിക്കടിച്ച് തരിപ്പണമാക്കിയാൽ പോലും ഒറ്റ രാജ്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ പോലും മിണ്ടത്തില്ല. കാരണം നെതന്യാഹു ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു രാജാവായി തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എഗ്രി ചെയ്ത് അത് സായത്. ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ബന്ദികളെയെല്ലാം പൂർണ്ണമായും കിട്ടുക. ബാക്കിയുള്ളത് ഹമാസിനെ നിരായുധീകരണം എന്നുള്ളൊരു ചടങ്ങാണ്. അത് എത്രമാത്രം ഫലവത്താകും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടുന്നത്. കാരണം ഹമാസ് ഗാസയുടെ ഭരണത്തിൽ നിന്ന് മാറണം. ഗാസയുടെ ഭരണം ഇനി ആരിലേക്കെന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഗാസയുടെ ഒരു പുനർനിർമ്മാണം അത് വല്ലാത്തൊരു ഇതാണ്. ഈജിപ്തിനാണ് ഹമാസിനെയും കൂടി ഏറ്റവും വലിയ തലവേദന. നമുക്കറിയാം ഈ ഒരു യുദ്ധം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ ഈജിപ്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിറയെ പട്ടാളക്കാരുടെ ഒരു വിന്യസിപ്പിച്ച് വെച്ചേക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന് ഈജിപ്ത് ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഹമാസ് ഈജിപ്ത് ഇത്തരത്തിൽ ഗാസയെ സഹായിക്കാത്തതുകൊണ്ട് ഹമാസിന് കുറച്ച് ദേഷ്യം ഈജിപ്തിനോടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ ഈജിപ്തിലേക്ക് ഇവന്മാർ എന്തെങ്കിലും ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈജിപ്തും ഒരു സംഘർഷാവസ്ഥയിൽ എങ്ങനെയെങ്കിലും സമാധാനം ഈ ഹമാസിനെ ഒന്ന് തുരത്തണം. ഇത് തന്നെയാണ് അവരുടെ ആവശ്യം. ഇനി ഈ ഹമാസ് ആയുധം താഴെ വെക്കുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ ഗോത്രവർഗ്ഗക്കാരുമായിട്ട് തന്നെ ഇന്ന് വലിയ കലാപം ഉണ്ടായിരിക്കുകയാണ്. നാളെ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഉടമ്പടി കഴിഞ്ഞാൽ ഇവന്മാർ വീണ്ടും തലപൊക്കി അവിടെയുള്ള ആൾക്കാരെ ഇന്നലെയൊക്കെ ആയിട്ട് എത്ര പേരെയാണ് കൊല വിളിച്ചത്? 17ഓളം പേരാണ് മരിച്ചിരിക്കുന്നത് ഇവന്മാർ കൊന്നേക്കുന്നത്. ഇനി വീണ്ടും സ്വന്തം രാജ്യത്ത് തന്നെ അവിടെ തന്നെ കലാപം ഉണ്ടാക്കി വീണ്ടും എത്ര പേരെ മരിക്കാൻ കാരണമാകുമെന്നുള്ളത് കണ്ടറിയാം. അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും തച്ചുടയ്ക്കുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ യുദ്ധം താൽക്കാലിക സമാധാനം മാത്രമാണ്. സമാധാനത്തിൻ്റെ കരാർ ഒപ്പിടുന്ന ആ നിമിഷം അതിനുശേഷം ഹമാസ് ഏതെങ്കിലും തരത്തിലൊന്ന് പ്രകോപിപ്പിച്ചാൽ ഒന്ന് കാത്തിരിക്കുകയാണ് നെതന്യാഹു ഇവന്മാരെ മുച്ചൂട് തകർക്കാൻ. ഒപ്പം അമേരിക്കയും ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ഇവന്മാർ ഇരന്ന് വാങ്ങിക്കും. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇസ്രായേൽ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് ആദ്യം അടിക്കുന്നത് മിക്കവാറും ട്രംപ് ആയിരിക്കും. കാരണം ട്രംപിന്റെ ഒറ്റ വാക്കിന് പുറത്താണല്ലോ ഇവിടെ എല്ലാ സമാധാനം ഉണ്ടായിരിക്കുന്നത്. അതെ, അവിടെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഇനി ഒരു പുതിയ ഗാസയുടെ ഭരണം പുതിയ ഒരു രീതിയിലേക്ക്
ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുടെ നേതാക്കന്മാരുടെ ഒരു കൂട്ടമായിട്ട്, ഒരു സംഘടനാ പ്രവർത്തനമായിട്ട് ഗാസയിൽ ഇനി ഇപ്പം തന്നെ ആഹാര വിതരണവും മറ്റുള്ള ആവശ്യ ഘടകങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇസ്രായേൽ സേന ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, മറ്റവന്മാരങ്ങ് തീർത്തോളും. അത് തീർക്കാനുള്ള എല്ലാ ഇടപാടും ഹമാസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു കരാർ ഒന്ന് ഒപ്പിടാൻ കാത്തിരിക്കുകയാണ്. കാരണം പിന്നീട് നെതന്യാഹുവിനെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കരാർ പ്രകാരം മുന്നോട്ട് പോയിക്കണം. ആ കരാർ എവിടെ ലംഘിക്കുന്നു, ആയുധം താഴെ വെച്ച് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ മുഴുവനായും കീഴടങ്ങുക. ഹമാസ് അവിടെ നിന്ന് പോകണം. അല്ലെങ്കിൽ ഹമാസ് സാധാരണ ആൾക്കാരെ എല്ലാ കൂട്ടവും പിരിച്ചു വിട്ടിട്ട് സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കാമെങ്കിൽ ജീവിക്കാം. ഇപ്പോഴും ഏകദേശം 1960 പലസ്തീൻ ബന്ദികൾ അവരുടെ കയ്യിലുണ്ട്. അല്ലെ 1772 പേര് സാധാരണ രീതിയിൽ ബന്ദികളാക്കിയതാണ്. പക്ഷെ അതിൽ 250ഓളം തടവുകാരുണ്ട്. അവർ ഈ ആജീവനാന്ത തടവുകാരാണ്. അതിന് ഹമാസ് കുറച്ച് നേതാക്കളുണ്ട്. ഇവന്മാരെ വിട്ടയക്കരുതെന്ന് ഇപ്പോഴും ഇസ്രായേലിലെ പല ആൾക്കാരും പറയുന്നുണ്ട്. സുരക്ഷിത വിഭാഗം ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആൾക്കാരെയും വിട്ടയച്ചേക്കാനാണ്. കാരണം അയച്ചതിന് ശേഷം എന്ത് ഇതുണ്ടാകുന്നോ അതിന് അമേരിക്ക മാത്രമല്ല അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇവന്മാർ പൊങ്ങാൻ സാധ്യതയില്ല. പക്ഷേ ഏറ്റവും അധികം ഇനി അനുഭവിക്കുന്നത്, ഇവന്മാരുടെ ക്രൂരത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഗാസയിലുള്ള പലസ്തീൻ ജനതയാണ്. ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിക്കുന്നത് ഗോത്രവർഗ വിഭാഗമാണ്. മാത്രമല്ല ഇസ്രായേൽ സേനയെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവന്മാർക്കെതിരായിട്ട് നിന്നുള്ള എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊല്ലുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ളത് അറിയില്ല. നമുക്കറിയാം തീവ്രവാദികൾ എന്നും തീവ്രവാദികൾ തന്നെയാണ്. അവരെ എത്ര ഇനി പത്തിക്കടിച്ച് കൊന്നാലും എവിടുന്നെങ്കിലുമൊക്കെ മുളപൊന്തി വരും. അപ്പോൾ ഇവരെ മൊത്തത്തിൽ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ അറബ് രാജ്യം ഖത്തർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നതാണ്. ഇറാൻ മാത്രം ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പങ്കെടുത്തില്ല. അതിന് വേറെ ഒരു പ്രതിനിധിയെ അയച്ചിട്ടുണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും എത്തിച്ചേർന്നിട്ട് ഇറാൻ മാത്രം എത്തിയില്ല. കാരണം അവർക്കിട്ടൊരു കൊട്ട് കൊടുത്തതുകൊണ്ട് അവർ വരുന്നില്ല എന്നുള്ളൊരു നിലപാടിലാണ്. പിന്നെ പലസ്തീനും ഇസ്രായേലിൽ നെതന്യാഹുവും ചെന്നിട്ടില്ല. കാരണം നെതന്യാഹുവിന് ഇനിയൊന്നും അറിയണ്ട. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നുണ്ട്. വെടിനിർത്തൽ അദ്ദേഹം ആ കരാറിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അടുത്തത് പലസ്തീൻ ജനതയെ കൈമാറുന്ന ദൃശ്യങ്ങളാണ്. അത് മുഴുവനായും ഈ പറഞ്ഞോണം ഇസ്രായേൽ ബന്ദികളെ കൈമാറുമ്പോൾ തിരിച്ച് മുഴുവനായും ഈ ജനത്തെ അങ്ങോട്ടേക്ക് അയക്കും. അവർ ബസ് കയറി, മുഴുവൻ ജനങ്ങളും ബസ് കയറി. അപ്പം നെതന്യാഹു പറഞ്ഞ അപ്പടി ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെയ്യേണ്ടത് ഹമാസാണ്. ഹമാസ് ഇതിൽ ഒപ്പുവെക്കണം. പലസ്തീൻ ഇതിൽ പൂർണ്ണ പിന്തുണ നൽകണം. എന്നിട്ട് ഭരണം ഈ പറഞ്ഞതുപോലെ ട്രംപ് പറഞ്ഞതുപോലെ തൽക്കാലത്തേക്കെങ്കിലും ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൈകളിലെത്തണം. അതിനുശേഷമായിരിക്കും വേണമെങ്കിൽ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നാളെ ഒരു പലസ്തീൻ രാഷ്ട്രമായിട്ട് മാറും. പക്ഷേ ഇതിന് എത്രമാത്രം ഈ ഹമാസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള പുതിയ ഒരു പേരിൽ പുതിയ എന്തെങ്കിലും ഒരു ഭാഷയിൽ ഇവർ പൊന്തി വരാൻ സാധിക്കും. പക്ഷേ എത്ര നാൾ ഇത് സമാധാനം ഉണ്ടാകുമെന്നുള്ള അറിയില്ല. വെടിയൊച്ചകൾ നിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തീർച്ചയായിട്ടും വെള്ളരിപ്രാവുകളുടെ ആ ഒരു ചിറകടിച്ചുയർന്ന ആ പറക്കൽ അത് പെട്ടെന്നൊന്നും അവസാനിക്കാതിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം. കാരണം കഴിഞ്ഞ 2.5 വർഷമായി നമ്മളും ഇതിന് പുറകെയാണല്ലോ. ഓരോ അപ്ഡേഷനുകൾ, ഓരോ നീക്കങ്ങൾ. ഏതൊരു ഇസ്രായേൽ, എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്ന പത്രമാണ്. അവരാണ് ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം സന്തോഷത്തോടുള്ള ഒരു വാർത്ത നൽകുന്ന ദിവസം കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കരുതിയതേ പോലെ ബന്ദികളുടെ മോചനം സാധ്യമായിരിക്കുന്നു. ഇനി കൂടുതൽ ഗസ വീണ്ടും പഴയതുപോലെ തന്നെ ആവട്ടെ. ഉഴുതുമറിച്ച് കോൺക്രീറ്റ് ബീമുകളെല്ലാം ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ കുറേ ആൾക്കാരെ അവരുടെ വീടുകൾ തേടി, എവിടെയാ എന്തോന്നൊന്നും അറിയില്ല, എന്നിട്ടും കുറേ ആൾക്കാർ കണ്ടുപിടിച്ച കുറേ വീഡിയോസ് ഇട്ടേക്കുന്നുണ്ടു. ആ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ച് ബന്ദികൾ ഇസ്രായേലിലേക്ക് പോകുമ്പം ഒരു അച്ഛനൊക്കെ വിതുമ്പുന്ന രംഗങ്ങളും മകൻ വീഡിയോ കോൾ ചെയ്യുന്നതും ഒക്കെ. മഥാൻ വൻഗോക്കർ എന്ന് പറയുന്ന ഒരാൾ ആദ്യമായിട്ട് ഹമാസ് സംബന്ധിച്ച് വീഡിയോ കോൾ ചെയ്യാൻ, അങ്ങനെ ആദ്യമായിട്ട് 2 വർഷത്തിന് ശേഷം തൻ്റെ അമ്മയോടും കാമുകിയോടും സംസാരിക്കുന്നതും ഒക്കെ ഒരു ഭയങ്കര വികാരം നിറഞ്ഞ ഒരു നിമിഷം. തിരിച്ച് ബന്ദിയാക്കപ്പെട്ടവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ വീട്ടുകാർ ഉള്ളത് തന്നെ മഹാഭാഗ്യം. ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു സമാധാനം അങ്ങനെ പെടരട്ടെ എന്നുള്ളതാണ്. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.